നമ്മുടെ കവിതകളിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും നമുക്ക് നോക്കാം അല്ലെ. വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം എ പോം? ഇത് മറ്റൊരു ചോദ്യമാണ്. ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് എന്ത് ചെയ്യുക, ഒരു കവിതയിൽ നിന്ന് എന്ത് ചെയ്യുക, ചോദിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം 5 or 6 മാർക്കിന് അപ്രീസിയേഷൻ എന്ത് ചെയ്യും, ചോദിക്കും. 5, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ നമുക്കറിയാലോ, 9ാം ക്ലാസ്സിലേക്ക് സ്ട്രക്ചർ നമുക്കറിയാലോ. എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു അപ്രീസിയേഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു 6 മാർക്കിനോ അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു 5 മാർക്കിനോ അപ്രീസിയേഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കവിതയുടെ എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, 2 സ്റ്റാൻസാസ് ഇങ്ങനെ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. അതിൻ്റെ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ 6 അല്ലെങ്കിൽ 5 മാർക്കിന് അപ്രീസിയേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും, 4 മാർക്കിന് സെന്റൻസ് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ആ സെന്റൻസ് പരമായിട്ടുള്ള ഇതിൽ എന്തൊക്കെയാണ് ചോദിക്കാൻ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അപ്രീസിയേഷൻ നമുക്ക് ഈ കവിതയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അപ്രീസിയേഷൻ വരാം, ചിലപ്പോൾ എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ള പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാം, സെന്റൻസ് പരമായിട്ടുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അങ്ങനെ അപ്രീസിയേഷൻ 5 അല്ലെങ്കിൽ 6 മാർക്കിന് അല്ലേ, 5 അല്ലെങ്കിൽ 6 മാർക്കിനാണ് എന്ത് ചെയ്യുക, അപ്രീസിയേഷൻ എന്ത് ചെയ്യുക വരിക. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും, വാട്ട് ടൈപ്പ് ഓഫ് പോം ഈസ് ഇറ്റ്, വൈ? ഇത് ഏത് തരത്തിലുള്ള പോമാണിത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോം? ഇതൊക്കെ ഓരോ മാർക്കിനുള്ള എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത് ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോം? ഈ കവിതയുടെ ടോൺ എന്താണ് അല്ലെ. തീം ഓഫ് ദ പോം എന്താണെന്ന് ചോദിക്കും. മൂഡ് ഓഫ് ദ പോം എന്താണെന്ന് ചോദിക്കും. ഇതിൽ സിമിലീസും മെറ്റഫേഴ്സ് ഉണ്ടെങ്കിൽ എടുത്ത് എഴുതാനായിട്ട് പറയും. ചിലപ്പോൾ അതുപോലെ തന്നെ മറ്റ് പോയറ്റിക് ഡിവൈസസ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ഹൈപ്പർബിലി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലത്തെ റൈം സ്കീം, റൈംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കും. ഓരോ മാർക്കിനായിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കുക. അതുപോലെ തന്നെ ഐഡന്റിഫൈ സിമ്പിൾസ് ഇൻ ദ പോം ആൻഡ് ഡിസ്കസ് ദയർ സിഗ്നിഫിക്കൻസ് അല്ലെ. സിമ്പിൾസ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, നമ്മളോട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. റൈം സ്കീം പറയും, അതുപോലെ തന്നെ എന്തും പറയും, റൈം വേർഡ്സും എന്ത് ചെയ്യും പറയും. ഇതൊക്കെ നമ്മൾ വരുന്ന ചോദ്യങ്ങളാണ്. ചിലപ്പോൾ റൈം സ്കീം ഉണ്ടാവും, റൈം വേർഡ്സ് ഉണ്ടാവും, വിഷ്വൽ ഇമേജസ് ഉണ്ടാവും, ഓഡിറ്റ്, ഇതൊക്കെ ഓരോ മാർക്കിൽ നിന്ന് ചോദിക്കും. ചില സമയങ്ങളിൽ നമ്മളെ കവിതകളിൽ നിന്ന് എന്തെയും ഏതെങ്കിലും ഒരു വരി തന്നിട്ട് അല്ലേ, അധികം ഉണ്ടാവാറുണ്ട്, ഏതെങ്കിലും ഒരു വരിയാണ് തന്നിട്ട് എക്സ്പ്ലെയിൻ ഇതെന്ത് ചെയ്യാൻ പറയും, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. 1 മാർക്കിന് വരിക. അത് ഞാൻ പറഞ്ഞു 4 മാർക്കിൻ്റെ സെൻറ്റൻസ് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ വന്നിട്ടുള്ള ഈ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും ഉണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ എന്ന് എന്തെങ്കിലും പറയും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് കൊടുത്തിട്ട് അല്ലെ, അതിൻ്റെ അതേ സിമിലർ ആയിട്ട് അർത്ഥം വരുന്ന ഒരു വേർഡ് എടുത്ത് എഴുതാനായിട്ടും എന്തെങ്കിലും പറയും. അപ്പം ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കവിതകളിൽ നിന്ന് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വരിക. അപ്പം നമ്മളൊരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് അത് നമ്മൾ എന്താ ചെയ്യുക, എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതാണ്. അപ്പോൾ നമ്മുടെ കവിതയിൽ നിന്ന് നമുക്ക് ഏത് തരത്തിലൊക്കെ പിന്നെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രീസിയേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, 4 മാർക്കിന്റെ സെന്റൻസ് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്രീസിയേഷൻ 6 മാർക്കിനാണെങ്കിൽ ഒരു കവിത, അതായത് 2 കവിതകളായിരിക്കുമല്ലോ ചോദിക്കുക, 6 മാർക്ക് പ്ലസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് 4 പ്ലസ് 10. ഇനി അപ്രീസിയേഷൻ ടോട്ടലി കവിതയിൽ നിന്ന് വരുന്ന 10 മാർക്കിനാണ് കേട്ടോ, അതായത് നമ്മുടെ 80 മാർക്കിൽ. പിന്നെ ചിലപ്പോൾ ഞാൻ അപ്രീസിയേഷൻ 5 മാർക്കിനും ഇത് 4 മാർക്കിനും ആണെങ്കിൽ 9. ഈ 9 അല്ലെങ്കിൽ 10 മാർക്കിന് കവിതകളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ ഗ്രേഡ് നിയന്ത്രിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിതകൾ.